അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്രൊഡക്റ്റ് വീഡിയോ ആയിട്ടല്ല, നമ്മുടെ മദേഴ്സ് ഡേ വരികയാണല്ലോ. May 11th മദേഴ്സ് ഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ എല്ലാ അമ്മമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ മദേഴ്സ് ഡേ ആശംസകൾ പറയാണ്. ആദ്യം തന്നെ നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് അമ്മ എന്ന് പറയുന്നത്. അമ്മമാരാണല്ലോ നമ്മുടെ ഫാമിലി ഫുൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നതും. അമ്മ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ഫാമിലി അത്രയും ഹാപ്പിയറായിട്ട് കൊണ്ടുപോകാനും ഫിനാൻഷ്യലി ഫിസിക്കലി ഒക്കെ അവർ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം നമ്മുടെ കേസിൽ തന്നെ ഞാനും ഒരു അമ്മയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫാമിലി, മക്കൾ, അതിനിടയ്ക്ക് നമ്മുടെ ജോലി എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളൊരു പ്രത്യേക കഴിവ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ അമ്മമാർ അതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. എൻ്റെ കേസിലൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് നല്ല സപ്പോർട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ഇതിലേക്ക് എത്താൻ പോലും പറ്റിയേക്കുന്നത്. അവരൊരു സപ്പോർട്ടില്ലാതെ നമുക്ക് ഒരിക്കലും ഒരു സ്ഥാനത്തും എത്താൻ പറ്റില്ല. അമ്മമാർ നമ്മളെപ്പോഴും അതുപോലെ കാത്തു കൊണ്ട് നടക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ കേസിൽ ഉമ്മച്ചിയാണ് എനിക്ക് ഏറ്റവും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാൾ. അതുപോലെ തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ അമ്മായും, അമ്മ എന്നാണ് ഇക്കയുടെ അമ്മായി വിളിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് എനിക്ക്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരാൾ വല്യമ്മച്ചി. പിന്നത്തെ ആളെന്ന് പറഞ്ഞത് എൻ്റെ ആൻറ്റി എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അനിയൻ്റെ വൈഫാണ്. അച്ഛൻ്റെ അനിയനും വൈഫും എൻ്റെ അമ്മയും അച്ഛനെ പോലെ തന്നെയാണ്. എനിക്ക് 2 അച്ഛനും 2 അമ്മമാരാണ് ഉള്ളത്. പിന്നത്തെ എന്നെ സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ മക്കൾ കുഞ്ഞായിരിക്കും മുതൽ ശരിക്കും പറഞ്ഞാൽ ഉമ്മച്ചി തന്നെയാണ് നോക്കിയേക്കുന്നത്. കൂടുതലും നോക്കിയേക്കുന്ന ഉമ്മച്ചിയാണ്. അപ്പോൾ അതുപോലെ അവർ എന്നെ നോക്കാനുണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്ക് എൻ്റെ കാര്യങ്ങൾക്ക് പഠിക്കാൻ പോകാനും അല്ലെങ്കിൽ എനിക്ക് ഓരോന്ന് വർക്ക് ചെയ്യാനും ഇപ്പോൾ പർച്ചേസിനും. ഇപ്പോഴാണെങ്കിൽ പോലും ഒരു പ്രാവശ്യം ഉമ്മച്ചിയും പാപ്പിയും വന്നാൽ ഒരു പ്രാവശ്യം ആൻറ്റിയും കൊച്ചായും വരും വീട്ടിൽ നിൽക്കാനായിട്ട്, പിള്ളേർ നോക്കാൻ, അല്ലെങ്കിൽ അമ്മായി അത്തായും വരും. അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫാമിലി സപ്പോർട്ട്, അമ്മമാരുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. പിന്നെ നമ്മുടെ എന്തെങ്കിലും ടെൻഷനോ നമുക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ വിളിച്ചു പറയാനും നമ്മളെ ആശ്വസിപ്പിക്കാനൊക്കെ എന്ന് പറയുന്നത് അമ്മമാരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റൊരു ആളെന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെയാണ് എൻ്റെ ഉമ്മച്ചിയുടെ ഏറ്റവും വലിയ സപ്പോർട്ട് വല്യമ്മച്ചിയായിരുന്നു. അതായത് എൻ്റെ അച്ഛൻ്റെ അമ്മയാണ് വല്യമ്മച്ചി എന്ന് വിളിക്കുന്നത്. അവർ മദർ അങ്ങനെയാണെങ്കിൽ പോലും അവർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. എൻ്റെ ഉമ്മച്ചി ഒന്നും അറിഞ്ഞിട്ടില്ല. ഉമ്മച്ചിയുടെ ഉമ്മയാണ് ഉമ്മച്ചിയുടെ ഉമ്മ അല്ല, അച്ഛൻ്റെ അമ്മ ആണ് എല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഉമ്മച്ചിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ അമ്മമാർ എല്ലാ സ്റ്റെപ്പുകളിലും നമ്മുടെ ലൈഫിലെ ഓരോ സ്റ്റെപ്പിലും അമ്മമാരുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാലോ അല്ലെങ്കിൽ നന്ദി വാക്കുകളോ ഉണ്ടോ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റാത്ത, തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സ്നേഹവും അവരുടെ സപ്പോർട്ടും എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അപ്പോൾ അമ്മമാരുടെ കാര്യം ഇനി ഞാൻ കൂടുതൽ പറഞ്ഞാലും ഞാൻ ഇമോഷണലാണ്. കാരണം ഞാൻ ഭയങ്കര കണക്റ്റഡാണ് അമ്മായും അമ്മച്ചിയും വല്യമ്മച്ചിയും ആൻറ്റിയൊക്കെ. വല്യമ്മച്ചി ഇപ്പോൾ ഇല്ല. ഉമ്മച്ചിയുടെ കാര്യം പറഞ്ഞാൽ എനിക്ക് കരച്ചിൽ വരും, അപ്പോൾ അതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ അത്രയും അടുപ്പമുള്ള ആൾക്കാരാണ് അമ്മമാരെന്ന് പറഞ്ഞാൽ. നമ്മൾ അതുപോലെ അവർ നോക്കുകയും കാണുകയൊക്കെ ചെയ്യണം. അത്രയും കെയർ ചെയ്താൽ അവരുടെ ഒരു ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ മദേഴ്സ് ഡേ പ്രമാണിച്ചിട്ട് ഗ്ലിറ്റ്സിൻ്റെ നിങ്ങൾക്ക് തരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു അമ്മയും മോളും കൂടിയുള്ള ഫോട്ടോ നിങ്ങൾ അയയ്ക്കുക, നമ്മുടെ നമ്പറിലേക്ക് അയയ്ക്കുക. ഞാൻ ആ നമ്പർ സ്ക്രോൾ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. ആ നമ്പറിലേക്ക് നിങ്ങൾ അമ്മയും മോളും കൂടെ, അല്ല അമ്മയും മോളും അങ്ങനെയൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. ലാസ്റ്റ് ടൈം നമ്മൾ ഫോട്ടോസ് വെച്ചിട്ടൊരു ഇത് ഗിവ് അവേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോസാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ കുറേ പേർക്ക് കംപ്ലയിൻറ്റ്, ഞങ്ങളുടെ സെലക്ട് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ ഇത്തവണ നമ്മൾ വിചാരിച്ചു നിങ്ങളുടെ നമ്പറും പേര് വിട്ടിട്ട് നമ്മൾ ലക്കി ഡ്രോ എടുക്കും. എന്നിട്ടൊരു 3 വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യും. 3 പേർക്കുള്ള ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ 5000 ബർത്ത് വരുന്ന 3 ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആയിരിക്കും നമ്മൾ തരിക. 3 പേർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാം. സ്റ്റോർ വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് നോക്കിയിട്ടൊക്കെ എടുക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ സൈറ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്തിട്ട് ദൂരെയൊക്കെ ഉള്ളവർക്ക് വരാൻ ബുദ്ധിമുട്ടാണെന്നുള്ളവർ മാത്രം നമുക്ക് സൈറ്റ് തരാം. അപ്പോൾ എന്നിട്ട് റീഫണ്ട് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. 3 വിന്നേഴ്സിനായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അമ്മമാരായിട്ട് അമ്മയും മോളും കൂടെയുള്ള ഫോട്ടോസ് ഞാൻ ഈ പറയുന്ന നമ്പറിലേക്ക് കൊടുക്കുന്നുണ്ടാവും താഴെ. ആ നമ്പറിലേക്ക് മാത്രം അയയ്ക്കുക. 3 നമ്പേഴ്സ് ഉണ്ട്. ഞാനിപ്പോൾ കൊടുക്കുന്ന നമ്പറിലേക്ക് മാത്രം ഫോട്ടോ അയയ്ക്കുക. അതിൻ്റെ പേരും നമ്പറും, നിങ്ങളുടെ പേരും സ്ഥലവും കൂടി കൊടുക്കുക, മെൻഷൻ ചെയ്യുക അതിൽ. എന്നിട്ട് നമ്മളത് ലക്കി ഡ്രോ വിന്നേഴ്സിനെ ഏതെങ്കിലും ഒരു ദിവസം ലൈവ് വന്നിട്ടായിരിക്കും വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുക. അത് ഏത് ദിവസം എന്നുള്ളത് തലേദിവസം നമ്മൾ ഇട്ടേക്കാം, ഏത് ദിവസം നമ്മൾ ലൈവ് വരുന്നെന്നുള്ളത്. അങ്ങനെയുള്ളവർക്ക് 3 ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആയിരിക്കും കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും, എല്ലാ അമ്മമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. താങ്ക് യു.